നമസ്കാരം, ഞാൻ സാഫിർ ജാൻ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സാഫിർ ജാൻ EX എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പീച്ച് ട്രീ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വെൻഡർ ആൻഡ് കസ്റ്റമർ ക്രിയേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് വെൻഡർ, എന്താണ് കസ്റ്റമർ? അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ വെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ടാലിയിലൊക്കെ പഠിച്ചപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സെയിം ഫംഗ്ഷൻ തന്നെയാണ് വെൻഡർ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ സൺട്രി ക്രെഡിറ്റേഴ്സിന് പറയുന്ന പേരാണ് പീച്ച് ട്രീയിൽ വെൻഡർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യപ്പെട്ട പാർട്ടി, നമ്മൾ ഏത് പാർട്ടിയിൽ നിന്നാണ്, അതായത് നമ്മുടെ കമ്പനി ഏത് കമ്പനിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ കയ്യിൽ നിന്നാണോ ഐറ്റംസ് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ ആ വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെൻഡേഴ്സ് അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമ്മൾ സെയിൽ ചെയ്യുന്ന പാർട്ടി, നമ്മൾ ഏത് പാർട്ടിക്കാണോ നമ്മൾ സെയിൽ ചെയ്തത് ആ പാർട്ടി അല്ലെങ്കിൽ കമ്പനിയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കസ്റ്റമറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെൻഡറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് പീച്ച് ട്രീയിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ടാലി പഠിച്ച പോലെയല്ല പീച്ച് ട്രീ, ചെറിയൊരു മാറ്റമുണ്ട് അല്ലേ. അതായത് നമ്മൾ സാധാരണ കമ്പനി പീച്ച് ട്രീയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു രണ്ടാമതായിട്ടോ അല്ലെങ്കിൽ മൂന്നാമതായിട്ടോ ഉള്ള ഒരു സ്റ്റെപ്പിൽ വരുന്നൊരു ഭാഗമാണ് സെലക്ട് എ മെത്തേഡ് ടു ക്രിയേറ്റ് യുവർ കമ്പനി എന്ന് പറയുന്ന ഭാഗം. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ്. ഇപ്പോൾ ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പീച്ച് ട്രീയിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു ആ അക്കൗണ്ടുകൾ മാത്രമേ ഈ പീച്ച് ട്രീയിൽ ഉണ്ടാവുള്ളൂ. ഓൾറെഡി വേറൊരു ഡിഫാൾട്ടായിട്ട് നമുക്ക് പീച്ച് ട്രീയിൽ മറ്റൊരു അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ എന്തുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പീച്ച് ട്രീക്ക് അറിയില്ല നമ്മൾ എന്താണ് നമ്മൾ ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് എന്താണെന്നുള്ളത് നമുക്ക് പീച്ച് ട്രീയിൽ അറിയില്ല. ഇപ്പോൾ പീച്ച് ട്രീക്ക് തന്നെ വേണ്ട അക്കൗണ്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വെൻഡർ കസ്റ്റമർ, നമ്മൾ വെൻഡറിനെയും കസ്റ്റമറിനെയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് വെൻഡേഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത് ജി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ജി അസോസിയേഷന് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ 12,000 രൂപ ഉണ്ട്, KMK ട്രേഡേഴ്സിന് 8,000 രൂപ ഉണ്ട്, EP കമ്പനിക്ക് നമ്മൾ കൊടുക്കാൻ 4,000 രൂപ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോട്ടലാണ് നമ്മളെ വെൻഡർ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഇവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവരെ നമ്മുടെ വെൻഡർ ആണ്, അല്ലെങ്കിൽ ഈ വെൻഡർ എന്ന് പറയുന്നത് ഏത് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകേണ്ടത്, ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണ്, അതായത് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ കാര്യം നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പീച്ച് ട്രീ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കാം ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പീച്ച് ട്രീ എടുക്കുക. പീച്ച് ട്രീ ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, പീച്ച് ട്രീയിൽ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപും ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട എന്തായിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ലെഡ്ജറായിട്ട് ക്യാപിറ്റലിന് ക്രിയേറ്റ് ചെയ്യാൻ പോണ്. മെയിൻറ്റെയിനിൽ സെലക്ട് ചെയ്ത ശേഷം ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വരിക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിതൊന്ന് മാക്സിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അക്കൗണ്ട് ID എന്നുള്ളിടത്ത് നമ്മൾ 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഫസ്റ്റ് എപ്പോഴും ഒന്നാമത്തെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ടിന് ഇട്ട് കൊടുക്കുക. കാരണം ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാതെ മറ്റൊരു അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ക്യാപിറ്റലിൻ്റെ അണ്ടറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇക്വിറ്റി റിട്ടേൺഡ് ഏർണിങ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അതായത് ജി അസോസിയേഷൻ, EMK ട്രേഡേഴ്സ്, EP കമ്പനി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് പാർട്ടിൻ്റെ പേര്, അതിൻ്റെ എമൗണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരെ എന്ത് ചെയ്യുക, പീച്ച് ട്രീയിൽ
നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് എടുത്ത ശേഷം നമ്മൾ ഇനി അടുത്ത നമ്പർ എത്രയാണോ അതിട്ട് കൊടുക്കുക. രണ്ടാമത്തെ നമ്പർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടറായിട്ട് വരിക എന്താണ്, അക്കൗണ്ട് പായബിൾ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഗ്രൂപ്പ് അല്ലെങ്കിൽ അണ്ടർ എന്താണെന്ന് നിങ്ങൾക്ക് പീച്ച്ട്രീയിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഭാഗം നിങ്ങൾ എടുത്ത് ശരിക്കും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അക്കൗണ്ട് പായബിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അക്കൗണ്ട് പായബിൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ജി അസോസിയേഷൻ നമുക്ക് 12,000ആണ്. ഈ KMK കമ്പനി എന്ന് പറയുന്നത് നമുക്ക് 8,000ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയായി, 20,000 വന്നു അല്ലേ. അപ്പോൾ 20,000 നമുക്ക് വന്നു. അപ്പോൾ ഇനി EP കമ്പനിയുടെ 4,000. അപ്പോൾ ടോട്ടൽ 24,000 രൂപയാണ് നമുക്ക് എന്തുള്ളത്, ടോട്ടലി ഉള്ളത്. ഓക്കെ, ടോട്ടൽ ഇവിടെ നമുക്ക് വരിക 24,000 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ പീച്ച്ട്രീയിൽ നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട് പായബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ബിഗിനിങ് ബാലൻസസ് എടുക്കാൻ നമുക്ക് എമൗണ്ട് കൊടുക്കാൻ. അതിലിങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ പഠിച്ചത് യെസ് കൊടുക്കാനാണ്. അപ്പോൾ യെസ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ എത്രയാണോ നമ്മുടെ ഫിനാൻഷ്യർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ നേരെ നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയെന്ന് കൊടുക്കുക. അതായത് നമുക്ക് ടോട്ടൽ എല്ലാ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ ഓരോ വെൻഡേഴ്സിൻ്റെയും ടോട്ടൽ എല്ലാവരുടെയും ബാലൻസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടണോ ആ ടോട്ടൽ എമൗണ്ടാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലായല്ലോ. അതായത് എന്ത് ചെയ്യുക, ടോട്ടലി കൂട്ടിയിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ വെൻഡേഴ്സ് എന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കുക അവിടെ പേര്. എന്തായാലും അതിൻ്റെ അണ്ടർ എന്തായിരിക്കണം, അക്കൗണ്ട് പായബിൾ ആയിരിക്കണം. അക്കൗണ്ട് ബിഗിനിങ് ബാലൻസിൽ വന്നിട്ട് നിങ്ങൾ എമൗണ്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഇവർ നമ്മുടെ സൺട്രി ക്രെഡിറ്റർ അല്ലെങ്കിൽ ഇവർ നമ്മുടെ വെൻഡേഴ്സ് ആണ് എന്നുള്ളതിന് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ക്രിയേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു വെൻഡറുമായിട്ട് നമ്മളെ കമ്പനിക്ക് എന്തൊക്കെയാണോ റിലേഷൻ വരുന്നത് ആ അക്കൗണ്ടുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു വെൻഡറായിട്ട് നമ്മൾ എന്ത് റിലേഷനാണ് വരിക, ഒന്നുകിൽ പർച്ചേസ് വരും അല്ലേ, ആ പർച്ചേസിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷനുകൾ അടങ്ങിയിട്ടുണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പീച്ച്ട്രീയിൽ വന്നിട്ട് നമ്മൾ പീച്ച്ട്രീയിൽ എന്താ ചെയ്യേണ്ടത്, നമുക്കതിന് വേണ്ട അക്കൗണ്ടുകൾ ആക്റ്റീവ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നേരെ മെയിൻറ്റെയിനിൽ തന്നെ ഒന്നുകൂടി വരിക, മെയിൻറ്റെയിൻ. ഈ മെയിൻറ്റെയിൻ മെനുവിൽ ഉണ്ടാവും ഡീഫാൾട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഡീഫാൾട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ടാവും വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. വെൻഡേഴ്സ്, ഈ വെൻഡേഴ്സ് എടുക്കുക. വെൻഡേഴ്സ് എടുത്ത ശേഷം ആ വെൻഡേഴ്സിലുണ്ടാവും എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും ഡിസ്കൗണ്ട് GL അക്കൗണ്ട്, അതായത് ഡിസ്കൗണ്ട് ജനറൽ ലെഡ്ജർ അക്കൗണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണമെന്നറിയോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളെന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്, വെൻഡറുമായിട്ട് നമുക്ക് എന്താണ് എക്സ്പെൻസ് ഉള്ളത്, പർച്ചേസ് ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നേരെ എക്സ്പെൻസ് അക്കൗണ്ടിൽ ഇതാ ഈ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെർച്ച് ബട്ടണിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ന്യൂ അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ ചെയ്യേണ്ടത് പ്ലസ് അടിക്കുക, പ്ലസ് ബട്ടൺ അടിക്കാം. നിങ്ങളുടെ കീബോർഡില്ല പ്ലസ് ബട്ടൺ അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മൗസ് സെറ്റാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെർച്ച് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ അടിക്കാം. പ്ലസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ക്രിയേഷൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അല്ലേ, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ലെഡ്ജർ ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്രിയേഷൻ ചെയ്യാൻ, നമുക്ക് എന്തും പുതിയൊരു അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യാൻ നമ്മൾ പ്ലസ് ബട്ടനാണ് അടിക്കേണ്ടത്. എന്നിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താണ്, പർച്ചേസാണ്. പർച്ചേസ് എന്ന് കൊടുക്കുമ്പോൾ അടുത്ത നമ്പർ നമ്മൾ മറന്നു പോകരുത്. നമ്പർ നമുക്ക് അറിയില്ല, നമുക്ക് ഇതുവരെ നേരത്തെ ലാസ്റ്റ് കൊടുത്ത നമ്പർ എത്ര നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇതാ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കും 1 2 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് 3 ആണ് വരുന്നത്. 3 ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകേണ്ടതാണ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസിൻ്റെ അണ്ടർ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. നേരെ Alt S അടിച്ച് സേവ് ചെയ്തു. ഓക്കെ, Alt S ആണ് നമുക്ക് സേവ് ചെയ്യാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ ഓക്കെ, ഇതിവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പർച്ചേസ് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് GL അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെ ചോദിക്കുന്നുണ്ട്. അതായത് പർച്ചേസിൻ്റെ കൂടെ എന്ത് ഡിസ്കൗണ്ട് നമുക്ക് വരാം. അപ്പോൾ പ്ലസ് ബട്ടൺ അടിക്കുക. നമുക്ക് അടുത്തതായിട്ട് 4 എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസിൻ്റെ കൂടെ നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്.
ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ അണ്ടർ ഇൻകം ഇൻകം കൊടുത്തു, നേരെ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇൻകം വന്നിട്ടുണ്ട്, നമുക്കിനി ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് റിസീവ്ഡ് സെലക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഓക്കെ അടിക്കുക. ഒന്നുകൂടിയും പറയാം, നേരെ മെയിൻറ്റെയിനിൽ വരിക, മെയിൻറ്റെയിനിൽ ഡീഫാൾട്ട് ഇൻഫർമേഷനിൽ വരിക, വെൻഡേഴ്സ് എടുക്കുക. അതിൽ എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ളിടത്ത് പർച്ചേസ് എന്ന് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ ആണ്. അതിന് അണ്ടർ കോസ്റ്റ് ഓഫ് സെയിൽസ് അത് ഓക്കെ അടിച്ച ശേഷം എന്ത് ചെയ്യാം, ഇവിടെ ഓക്കെ അടിക്കാൻ വിട്ടു പോയത് എല്ലാം കഴിഞ്ഞ ശേഷം കേട്ടോ. അപ്പോൾ അത് ഡിസ്കൗണ്ട് GL അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് കൊടുക്കാം. ഇവിടെ ഓക്കെ പ്ലസ് ഓക്കെ അടിക്കാൻ മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ ഓരോ കമ്പനിയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് G&G അസോസിയേഷൻ 12,000, KMK ട്രേഡേഴ്സ് 8,000, EP കമ്പനി എന്ന് പറഞ്ഞിട്ട് 4,000. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം നമുക്ക് G&G അസോസിയേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ സൈഡിലായിട്ട് നമുക്ക് കാണാം വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നു. ആ വെൻഡേഴ്സ് ആൻഡ് പർച്ചേസസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലുണ്ടാവും വെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കുന്നു, ഒരു വ്യക്തിയുടെ സിമ്പിളായിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ വെൻഡേഴ്സിൽ വരിക, അതിൽ ന്യൂ വെൻഡർ എടുക്കുക. അപ്പോൾ ന്യൂ വെൻഡർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ വെൻഡർ ID എന്നുള്ളിടത്ത് നമുക്ക് അടുത്ത ID നമുക്ക് പുതുതായിട്ട് കൊടുക്കാനുള്ള ID ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, 1 വെൻഡർ ID 1 നമ്മൾ കൊടുത്തു. G&G അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, G&G അസോസിയേഷൻ. ഓക്കെ, G&G അസോസിയേഷൻ കഴിഞ്ഞ് നമുക്ക് ഇനി അതിന് എമൗണ്ട് കൊടുക്കണം. എമൗണ്ട് കൊടുക്കാൻ വേണ്ടി താഴെ 4 ഹെഡർ ഫീൽഡ് കാണിക്കുന്നുണ്ട്, ജനറൽ, അതേപോലത്തെ അഡ്രസ്സ്, ഹിസ്റ്ററി, പർച്ചേസ് ഇൻഫോ. അതിൽ ഹിസ്റ്ററിയിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററിയിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാവും വെൻഡർ ബിഗിനിങ് ബാലൻസസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. വെൻഡർ ബിഗിനിങ് ബാലൻസസിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ യെസ് അടിക്കുക, ആക്റ്റീവ് ആകാൻ യെസ് കൊടുക്കുക. യെസ് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇൻവോയ്സ് നമ്പർ എന്നുള്ളത് തൽക്കാലം നമ്മൾ OB ഇട്ട് കൊടുക്കണം. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ നമുക്ക് ഡേറ്റ് ആണ്, അതായത് നമ്മുടെ ഇതിൻ്റെ ക്ലോസിങ്ങിൻ്റെ ഡേറ്റ് ആണ്, ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം 1 ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ ഓപ്പണിങ് ഈ വർഷത്തേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഇവരുടെ എമൗണ്ട്. ഇനി പർച്ചേസ് ഓർഡർ നമ്പറൊന്നും നമുക്ക് കൊടുക്കാനില്ല. അപ്പം ഇനി നേരെ എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് ഞാൻ എന്തെങ്കിലും 12,000 അല്ലേ, നമുക്ക് 12,000 ആണ് തന്നിരുന്നത്. അത് കൊടുത്ത ശേഷം ഇവിടെ A/P അക്കൗണ്ട്, അതായത് അക്കൗണ്ട് പേയബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് പേയബിളിന് കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് പേയബിളിൻ്റെ അണ്ടർ. അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത് AP അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നേരെ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നേരെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം നമ്മുടെ ഏതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത പാർട്ടീസ്. ഈ KMK ട്രേഡേഴ്സ് 8,000 ഉണ്ട്, EP കമ്പനി എന്ന് പറയുന്നത് ഓക്കെ 4,000 ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എന്ത് ചെയ്യണേ, അടുത്ത് കൊടുക്കാൻ പോണ് വെൻഡേഴ്സിൽ വരിക, ന്യൂ വെൻഡർ നേരിട്ട് തന്നെ കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് ഇനി കൊടുക്കാൻ പോകേണ്ടത് എന്താണ്, രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് KMK ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് നമ്മൾ കൊടുക്കേണ്ടത് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററിയിൽ കൊടുത്തിട്ട് വെൻഡർ ബിഗിനിങ് ബാലൻസസിൽ വരിക, യെസ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ OB ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇട്ട് കണ്ട് ജസ്റ്റ് ഒരു ഡേറ്റ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യം, ഇപ്പോൾ 1 ഇട്ട് കണ്ട് എൻ്റർ ചെയ്യാണ്. ഇവിടെ നമ്മൾ എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് കൊടുക്കേണ്ടത് 8,000 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സൺട്രി ക്രെഡിറ്റേഴ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ അക്കൗണ്ട് പേയബിളായിട്ട് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സേവ് ചെയ്യുന്നു. അടുത്ത മൂന്നാമതായിട്ട് നമ്മുടെ എന്തായിരുന്നു, EP കമ്പനി ആയിരുന്നു അല്ലേ. EP കമ്പനി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഹിസ്റ്ററി തന്നെ നേരിട്ട് വരിക. അതിലുണ്ടാവും വെൻഡർ ബിഗിനിങ് ബാലൻസസ്, യെസ് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് OB ആണ്. OB കൊടുത്തു ശേഷം 1 ഇട്ടിട്ട് എൻ്റർ ചെയ്യുന്നു. ഇനി എമൗണ്ട് കൊടുക്കാൻ നമുക്ക് 4,000 ആണ് എമൗണ്ട് കൊടുത്തിരുന്നത്. ഇവിടെ AP അക്കൗണ്ട് എന്നുള്ളിടത്ത് മാറിപ്പോവരുത്, നമുക്ക് കൊടുക്കേണ്ടത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നു. നേരെ സേവ് ചെയ്യുന്നു വീണ്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്തത് എന്ത് ചെയ്തു, ടോട്ടൽ എമൗണ്ട് ആയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് അതിന് വേണ്ട അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, പർച്ചേസും ഡിസ്കൗണ്ട് റിസീവ്ഡും. പിന്നെ നമ്മൾ നേരെ വെൻഡറിൽ വന്നിട്ട്
ഈ ഓരോ കമ്പനിയും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ റിപ്പോർട്ട് ആൻഡ് ഫോംസിൽ പോവുക. റിപ്പോർട്ട് ആൻഡ് ഫോംസിൽ ഉണ്ടാവും നമുക്ക് അക്കൗണ്ട് പായബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. അക്കൗണ്ട് പായബിളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പിന്നെ അക്കൗണ്ട് പായബിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ കമ്പനിയെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വെണ്ടർ ലെഡ്ജറിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓരോ കമ്പനി അവർക്ക് നമുക്കുള്ള ബാലൻസ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട്, അതായത് വെണ്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനുള്ള ഒരു കമ്പനിയായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് സ്റ്റില്ലായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് എടുത്ത് വെക്കുക. അതായത് പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾക്ക് തൽക്കാലം എടുത്ത് വെക്കാം. ജസ്റ്റ് നോക്കി വെച്ചാൽ തന്നെ മതി. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നുള്ള കരുതുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന പലർക്കും എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.